വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ത്യൻ റിനൈസൻസിന്റെ ഭാഗമായിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 5 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തോടുകൂടി റിനൈസൻസിൽ ആ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അവസാനിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹിന്ദു മഹാസഭയെ കുറിച്ചാണ്. ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ ആര് എന്നാണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. അപ്പൊ മദൻ മോഹൻ മാളവ്യയെ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നു. 1907 ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം 1915 വ്യാപിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച വർഷം ഏതാന്ന് ചോദിക്കാച്ച 1915 നമ്മൾ പറയാം. ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ സമ്മേളനം സംഘടിപ്പിച്ച സ്ഥലം ഹരിദ്വാറുമാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടന 1907 മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച സംഘടനയാണെന്ന് ഓർക്കുക. ഇനി ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങള് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചത് എന്നാണ് 1915. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വേറൊരു സ്ഥാപനമാണ്. അതിന്റെ പേര് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നാണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ച വ്യക്തി ആര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. അപ്പൊ ഇ.വി. രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച സംഘടനയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. 1925 തമിഴ്നാട്ടിലാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ഇതിന് സ്വയ മര്യാദ ഇയക്കം എന്ന വേറൊരു പേരും കൂടി ഉണ്ട്. അപ്പൊ സ്വയ മര്യാദ ഇയക്കം അഥവാ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന സംഘടന സ്ഥാപിച്ചത് 1925 തമിഴ്നാട്ടിൽ ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഘടന സ്ഥാപിച്ചത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവകാശം, തുല്യ അവകാശം കൊടുത്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിൽ 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിക്കണേന്ന് പഠിച്ചു വെക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1925 ഇ.വി. രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിൽ രൂപീകരിച്ച സംഘടനയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അപ്പൊ ഇ.വി. രാമസ്വാമി നായ്ക്കറെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് 2 കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹത്തിന് ഒരു വീക്കിലി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേര് റിവോൾട്ട് എന്നാണ്. അപ്പൊ റിവോൾട്ട് എന്ന് പറയുന്ന വീക്കിലിയുടെ സ്ഥാപകൻ ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. അതുപോലെ തന്നെ പുരൈച്ചി, അതുപോലെ കുത്തറിവ് എന്ന് പറഞ്ഞ 2 തമിഴ് ആഴ്ച പതിപ്പുകളും ആരിറക്കിയതാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ പുരൈച്ചി, കുത്തറിവ് തുടങ്ങിയ 2 തമിഴ് ആഴ്ചപ്പതിപ്പുകളും റിവോൾട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വീക്കിലിയുടെയും സ്ഥാപകൻ ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ തന്നെയാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925 തമിഴ്നാട്ടിൽ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള വേറൊരു ചോദ്യം, ഭാരതീയ വിദ്യാഭവൻ നിലവിൽ വന്നത് എവിടെ? അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകൻ ആര്? നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വന്നത്? മുംബൈയിലാണ്. 1938 ഇതൊരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് ആണ്. അപ്പോ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് എന്ന രീതിയിൽ ഭാരതീയ വിദ്യാഭവൻ 1938 മുംബൈയിൽ വരുന്നു. അതിന്റെ സ്ഥാപകൻ കെ.എം. മുൻഷിയാണ്. ആരാണ്? കെ.എം. മുൻഷി. അപ്പൊ കെ.എം. മുൻഷി ഗാന്ധിജിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം കുറച്ചും കൂടി മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് ഫോം ചെയ്യാണ്. 1938 മുംബൈയിലാണ് ഫോം ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഭാരതീയ വിദ്യാഭവൻ. അപ്പൊ ഭാരതീയ വിദ്യാഭവൻ മുൻഷി സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെ എന്ന് ചോദിക്കാം. ആരുടെയാണ്? ഗാന്ധിജിയുടെ സഹായത്തോടെയാണ്. അടുത്തത് ഭൂദാന പ്രസ്ഥാനം. അതായത് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ പോച്ചംപള്ളിയിലാണ്. തെലങ്കാനയിലെ പോച്ചംപള്ളിയിൽ. സ്ഥാപകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആചാര്യ വിനോബ ഭാവെ. അപ്പൊ ആചാര്യ വിനോബ ഭാവെ 1951 തെലങ്കാനയിലെ പോച്ചംപള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്.
1951 ആചാര്യ വിനോബ ഭാവെ തെലങ്കാനയിലെ പോച്ചംപള്ളി എന്ന ഗ്രാമത്തിൽ എന്താരംഭിക്കുന്നു? ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നു. ഇനി ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി മുൻകൈ എടുത്തതും ആദ്യത്തെ ഭൂദാതാവും ആരായിരുന്നു? രാംചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളായിരുന്നു. രാംചന്ദ്ര റെഡ്ഡിയാണ്. രാംചന്ദ്ര റെഡ്ഡിയാണ് കേട്ടോ ആദ്യമായിട്ട് എന്താ ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി മുൻകൈ എടുത്തതും ആദ്യത്തെ ദാതാവും രാംചന്ദ്ര റെഡ്ഡിയാണ്. അടുത്തത് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അശ്വനി കുമാർ ദത്ത ആരംഭിച്ച സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. അപ്പൊ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും വേണ്ടി അശ്വനി കുമാർ ദത്ത രൂപീകരിച്ച സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്തത് ഒരു സംഘടനയുടെ പേര് പരമഹംസ മണ്ഡലി. പരമഹംസ മണ്ഡലി. പരമഹംസ മണ്ഡലി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മതപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് പരമഹംസ മണ്ഡലിയാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മതപ്രസ്ഥാനം, മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മതപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് പരമഹംസ മണ്ഡലിയാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മതപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് പരമഹംസ മണ്ഡലിയാണ്. അത് ആരംഭിച്ചത് ദഡാബോ. ആരാണ്? ദഡാബോ പാണ്ഡുറംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ദഡാബോ പാണ്ഡുറംഗ് ആണ് കേട്ടോ. ദഡാബോ പാണ്ഡുറംഗ് ആണ് പരമഹംസ മണ്ഡലി സ്ഥാപിച്ചത്. ദഡാബോ പാണ്ഡുറംഗ് ആണ് പരമഹംസ മണ്ഡലി ആരംഭിച്ചത് എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അടുത്തതാണ് ജമീന്ദാരി അസോസിയേഷൻ. സെമീന്ദാരി അസോസിയേഷൻ അഥവാ ലാൻഡ് ഹോൾഡർ സൊസൈറ്റി. അപ്പൊ സെമീന്ദാരി അസോസിയേഷൻ അഥവാ ലാൻഡ് ഹോൾഡർ സൊസൈറ്റി എന്താണ്? ബംഗാള്, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭൂവുടമകളുടെ സംഘടനയാണ് ജമീന്ദാരി അസോസിയേഷൻ അഥവാ ലാൻഡ് ഹോൾഡർ സൊസൈറ്റി എന്നറിയുന്നത്. ആധുനിക ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന എന്ന് നമുക്ക് സെമീന്ദാരി അസോസിയേഷനെ വിശേഷിപ്പിക്കാം. ആധുനിക ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന എന്നറിയപ്പെടുന്നതും സെമീന്ദാരി അസോസിയേഷൻ ആണ്. ഇത് കൽക്കട്ടയിൽ 1838 നിലവിൽ വരുന്നു. കൽക്കട്ടയിൽ 1838 നിലവിൽ വരുന്നു. ഇതിന്റെ നേതാവ് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയത് ദ്വാരകാനാഥ് ടാഗോർ ആണ്. അപ്പൊ ദ്വാരകാനാഥ് ടാഗോറിന്റെ നേതൃത്വത്തില് 1838 കൽക്കട്ടയില് ആധുനിക ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന നിലവിൽ വരുന്നു. ജമീന്ദാരി അസോസിയേഷൻ അഥവാ ലാൻഡ് ഹോൾഡർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടനയുടെ, ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണത്? ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയൊക്കെ ഭൂ ഉടമകളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് എന്ന് ഓർക്കണം. അടുത്ത സംഘടന ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജോർജ് തോംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. കൽക്കത്തയിലാണ്. അപ്പൊ ജോർജ് തോംസൺ കൽക്കത്തയില് സ്ഥാപിച്ച സംഘടനയാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ടുകൊണ്ട്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങളുടെ ഉന്നമനവും അതുപോലെ തന്നെ ക്ഷേമവും ലക്ഷ്യമിട്ടുകൊണ്ട് കൽക്കട്ട ആസ്ഥാനമാക്കി ജോൺ തോമസ് ആരംഭിച്ചതാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1843. 1843 ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി രൂപീകൃതമായത്. അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ?
അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും അതുപോലെ തന്നെ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും ലയിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന നിലവിൽ വരികയാണ്. അപ്പൊ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സൊസൈറ്റിയില്ലേ, അത് രണ്ടും കൂടി ലയിച്ചിട്ട് 1851 നിലവിൽ വന്ന സംഘടനയാണ് ഏതെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് ആയിരുന്നു. ആരാണ്? രാധാകാന്ത് ദേവ് ആയിരുന്നു കേട്ടോ. ഇവരുടെ പ്രസിദ്ധീകരണം, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഹിന്ദു പാട്രിയറ്റ്. ഹിന്ദു പാട്രിയറ്റ് എന്ന് പറയുന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിദ്ധീകരണമാണ്. എന്താ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ? സെമീന്ദാരി അസോസിയേഷൻ. അതായത് എന്താ, ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയൊക്കെ കർഷകരുടെയും ഭൂവുടമകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സെമീന്ദാരി അസോസിയേഷനും അതുപോലെ തന്നെ കൽക്കട്ടയിൽ നിലവിൽ വന്ന സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും ജനങ്ങളുടെയും ഉന്മനം ലക്ഷ്യമിട്ടുകൊണ്ട് കൽക്കട്ടയിൽ നിലവിൽ വന്ന ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും കൂട്ടിയോജിപ്പിച്ച് 1851 ഫോം ചെയ്ത സംഘടനയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന് രാഷ്ട്രീയ ബോധം രൂപവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി രാധാകാന്ത് ദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് സെമീന്ദാരി അസോസിയേഷൻ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രാജ്യത്തെ രാഷ്ട്രീയ ബോധം രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് രാധാകാന്ത് ദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ഹിന്ദു പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഹിന്ദു പാട്രിയറ്റ് ട്ടോ. അപ്പൊ ഹിന്ദു പാട്രിയറ്റ് ഓർക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞ? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിദ്ധീകരണം ഹിന്ദു പാട്രിയറ്റ് ആണ്. സെമീന്ദാരി അസോസിയേഷനും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും കൂടി ലയിച്ചു. അത് രണ്ടും ലയിച്ചിട്ട് 1851 വന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് ആണ്. ഇനി രാജ്യത്തെ രാഷ്ട്രീയ ബോധം രൂപവൽക്കരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച സംഘടന കൂടിയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ട്ടോ. അപ്പൊ ഇത്രയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത്? അതായത് ഇന്ത്യയിലെ സാധാരണ രീതിയിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി വിപ്ലവ പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വേറെ ആഡ് ചെയ്യും. അപ്പൊ ഇതോടുകൂടി സാമൂഹിക പ്രസ്ഥാനങ്ങള് എവിടത്തെ കഴിയാണ്? ഇന്ത്യൻ റിനൈസൻസിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് കേട്ടോ കഴിയുന്നത്. അപ്പോ ബാക്കിയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബാക്കി വിപ്ലവ പ്രസ്ഥാനങ്ങളും വിപ്ലവകാരികളും അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വേറെ വേറെ നമ്മൾ പുതിയ ടോപ്പിക്കുകളായിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ പഠിക്കാനുള്ളത്. ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണ്, ക്ലാസ് നന്നാവുകയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണം വെച്ചാൽ ഞാൻ എൻ്റെ ചാനലൊന്ന് റിതം ഓഫ് ലേണിംഗ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.